ശ്രീ വി കെ സനോജ് നോക്കൂ, എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രതിപക്ഷം പറയുന്നത്. ഞങ്ങൾക്ക് ഇതല്ല, ഇനി ഇന്റർപോൾ വഴി അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവിന് ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ വിജിലൻസ്, പിണറായിയുടെ വിജിലൻസ് അന്വേഷിച്ചതല്ലേ, ഈ ഭരണത്തിന് കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചിട്ട് ക്ലീൻ ചിറ്റ് നൽകിയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ സന്ദീപ് വാര്യർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീ വി കെ സനോജ് നോക്കൂ, പ്രളയശേഷം പുറത്ത് ഏതെങ്കിലും ഒരു വേദിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ മനസ്ഥിതിയിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രഖ്യാപനങ്ങളെയോ ആവശ്യങ്ങളെയോ പ്രസംഗങ്ങളെയോ ഒന്നും കാണാൻ പാടുകയില്ല. കാരണം അന്ന് ആ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു വിദേശ സന്ദർശനത്തിന് പോവുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യും, ആരോടൊക്കെ ചോദിക്കും? അപ്പോൾ അങ്ങനെ ഒരു ആഹ്വാനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ പ്രചരിക്കുന്ന പല വീഡിയോകളിൽ ചെക്ക്, ഇവിടുത്തെ ടൗൺ ഹാളിൽ വെച്ച് ചെക്ക് വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അത് ബാങ്ക് മുഖേനയാണ്. അവിടെ പണമിടപാട് നടന്നിട്ടുണ്ട്, പുനർജനിയുമായി പണമിടപാട് നടന്നിട്ടുണ്ട്. അത് വി ഡി സതീശനല്ല, അത് മണപ്പാട് ഫൗണ്ടേഷൻ ആണെന്നാണ് വിജിലൻസ് പറയുന്നത്. പുനർജനി പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ തന്നെ അഭിമാനത്തോടു കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാരോട് പറഞ്ഞ് വോട്ട് വാങ്ങിയതാണെന്നേ. അപ്പൊ അതിൽ പണമിടപാടില്ലാണ്ട് അവിടെ ഇരുന്ന് ഇതെല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വീടുകളും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പ്രശ്നം, ഈ വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്നു എന്നാണ്. എവിടെയാണ് ക്ലീൻ ചിറ്റ് കിട്ടിയത്? അതായത് സതീശനെതിരായിട്ടുള്ള പരാതി അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്ന ഘട്ടത്തിൽ അതിന് അനുമതി നൽകണമെങ്കിൽ സ്പീക്കർ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ ആ കാര്യത്തിനകത്ത് തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് FCRA ചട്ടത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കേരളത്തിലെ വിജിലൻസിന് അന്വേഷിക്കാൻ വേണ്ടി കഴിയില്ല, ആർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ കേരളത്തിലെ വിജിലൻസിന് അത് അന്വേഷിക്കാൻ വേണ്ടി കഴിയാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും വിദേശത്ത് പോയി പണം പിരിച്ച് ഇവിടെ വലിയ വാഗ്ദാനം നടത്തി ആ പണം ഇവിടെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് പലതവണ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പലരും ചോദിച്ചിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു വിശദാംശവും കൊടുക്കാതിരിക്കുക. അതെങ്ങനെയാണ് നടക്കുക? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, അയ്യോ കേരളത്തിൽ പ്രളയം വന്നു എന്നിട്ടിപ്പോൾ ഒരു ഭരണാധികാരി വിദേശത്ത് പോയിട്ട് കുറച്ച് പൈസക്കൊക്കെ ചോദിക്കുന്നത് തെറ്റാണോ എന്ന്. തെറ്റാണെന്ന് വെച്ചാൽ ഇവർ കേരളത്തിൽ തന്നെ ഇങ്ങനെയെല്ലാമുള്ള ദുരന്തത്തെ മുൻനിർത്തിയിട്ട് പിരിച്ച പണത്തിൻ്റെ കണക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇവർ കൊടുത്ത ഉത്തരം എന്തായാലും ഞാൻ വീണ്ടും ഇവിടെ പറയിപ്പിക്കണം. വയനാടിനെ മുൻനിർത്തിയിട്ട് പണം പിരിച്ചിട്ട് ചോദ്യം കണക്ക് ചോദിച്ചപ്പോൾ ഇവരെന്തായിരുന്നു പറഞ്ഞത്? ഞാൻ അതിലേക്ക് പിന്നെ വരാം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ FCRA ചട്ട ലംഘനം ഉണ്ടായി എന്ന് വളരെ കൃത്യമായിട്ടും വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും വിസ്തീർണം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പം 2018 പ്രളയത്തിൻ്റെ പേരിൽ വിദേശത്ത് സതീശൻ പോയി പണം പിരിച്ചിട്ടില്ല എന്ന് സന്ദീപ് വാര്യർക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ പണം പിരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഈ വി ഡി സതീശൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വി ഡി സതീശൻ വിദേശയാത്ര നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങി. ഏത് കാര്യത്തെ മുൻനിർത്തിയിട്ടാണ്? അത് സ്വകാര്യ ആവശ്യത്തെ മുൻനിർത്തിയിട്ടാണ്. അപ്പോൾ ഒരു സ്വകാര്യ ആവശ്യത്തെ മുൻനിർത്തിയിട്ട് അനുമതി വാങ്ങിക്കുക, എന്നിട്ട് വിദേശത്ത് പോയിട്ട് പണപ്പിരിവിന് ആഹ്വാനം നൽകുക, എന്നിട്ട് ആ പണം സ്വന്തം അക്കൗണ്ടിൽ വാങ്ങിയോ ഇല്ലയോ എന്നല്ല ഇപ്പോൾ തർക്കം. സ്വന്തം അക്കൗണ്ടിൽ വാങ്ങിയിട്ടില്ല, വിജിലൻസ് അതാ കണ്ടെത്തിയത്. സ്വന്തം അക്കൗണ്ടിൽ വാങ്ങിയോ എന്ന് സ്പീക്കറുടെ ഓഫീസിൽ ചോദിച്ചാൽ പിന്നെ സ്വന്തം അക്കൗണ്ടിൽ വാങ്ങിയെന്ന് പറയില്ലല്ലോ. അപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ വാങ്ങിയിട്ടില്ല, വാങ്ങിയത് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലാണ്. ആ മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് പണം എത്തിയിട്ടുള്ളത്, ആ പണം എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്നതിൻ്റെ വിശദാംശം കൊടുക്കണം. ഇവിടെ 209 വീട് നിർമ്മിച്ചു കൊടുത്തു എന്നാണ് ഇവരുടെ പ്രതിനിധികൾ തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ആ 209 വീട് സംബന്ധിക്കുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ, അത് സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള നിരവധി കാര്യങ്ങൾ ഇതിനിടയിലുണ്ട്. അതുകൊണ്ട് വിദേശ നാണയവിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട വിജിലൻസ് പറഞ്ഞാൽ അതെങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാവും? അതെങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാവുക? അപ്പോൾ ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതാണോ? രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പരാതിയെ തള്ളിക്കളയണം എന്നാണോ കോൺഗ്രസ് പറയുന്നത്? ആരാ പരാതി കൊടുത്തത്? ആർക്കൊക്കെ ഇക്കാര്യത്തിൽ പരാതി ഉണ്ടായിട്ടുള്ളത്? പരാതി കൊടുത്തത് കാതികൂടം ആക്ഷൻ കൗൺസിൽ അല്ലേ? കാതികൂടം ആക്ഷൻ കൗൺസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ LDFൻ്റെ ഭാരവാഹികൾ പരാതി കൊടുത്തിട്ടുണ്ട്. വീട് നിർമ്മിച്ച് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകൾ നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിൽ പലരും പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം എഴുതി കൊടുത്തു, വീട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പരാതികൾ ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് ഉയർന്നു വരുന്നു. അത് വിജിലൻസിന് മുന്നിൽ എത്തുന്നു. വിജിലൻസ് ആ കാര്യം സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ നേരിട്ട് പണമൊന്നും ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. എന്നാൽ വിദേശത്ത് പോയിട്ടുണ്ട്, പണം പിരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, പണം മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, ഇതെല്ലാം കൃത്യമായി വന്നിട്ടുണ്ട്.
അപ്പൊ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഓഡിറ്റ് നടന്നിട്ടുണ്ടോ? ഒരു ഓഡിറ്റ് നടന്നിട്ടില്ല. ആ കാര്യങ്ങൾ സംബന്ധിച്ച് പത്രക്കാരോട് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞത് ഇതിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. സോഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ട് ഈ കാര്യങ്ങൾ പുറത്ത് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. ഇതുവരെ ഒരു സോഷ്യൽ ഓഡിറ്റും നടന്നിട്ടില്ലല്ലോ. ആ കാര്യം സംബന്ധിച്ച് നേരത്തെയും ചില വെല്ലുവിളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതുപോലെയുള്ള TV ചർച്ചയിലും ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ഘട്ടത്തിലൊന്നും ഒരു മറുപടിയും അതിനുശേഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഒരു കുറി അങ്ങോട്ട് ഇട്ടു. അതുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വി ഡി സതീശൻ രക്ഷപ്പെട്ടെ എന്ന് സന്തോഷിക്കുന്ന ആളുകളോടൊക്കെ എന്ത് പറയാനാണ്? ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. ഞാൻ ഈ ആദ്യഘട്ടത്തിൽ ആരോടും രണ്ടാമതൊരു ചോദ്യത്തിന് പോയിട്ടില്ല. പക്ഷേ ഞാൻ ശ്രീ വി പി ശ്രീപത്മനാഭനിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങ് ഒരു ഒറ്റ കാര്യത്തിൽ സ്ഥിരീകരണം നൽകണം. അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യത്തെ സെന്റൻസിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചതുകൊണ്ട് ഇടപെടാതിരുന്നതാണ്. അങ്ങ് പറഞ്ഞത് ഇതിൽ വിജിലൻസ് FCRA ചട്ടലംഘനം ഉണ്ടായിരുന്നതായി വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അത് അങ്ങ് പറയുന്നത് ഈ കാർത്തിക്കിന്റെ കത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ലേ ശ്രീ വി കെ സനോജ്? അതിൽ ഈ FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നൊരു വരിയില്ല. ഈ റിപ്പോർട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അങ്ങയുടെ ഇൻഫർമേഷന്റെ അടിസ്ഥാനം പറയാമോ? അല്ല, ഞാൻ പറയാം. FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ചട്ടലംഘനം ഉണ്ടായതിന്റെ തെളിവായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത് പറയാം. വിദേശത്ത് പോവാൻ എന്ത് അനുമതിയാണ് വാങ്ങിയത്? കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടുള്ള അനുമതിയാണ് വാങ്ങിയത്? ആ അനുമതി പ്രകാരമാണോ അവിടെ പ്രസംഗിച്ചത്? പണം പിരിക്കാൻ പരാതി PK രാജു 2020 നൽകിയ പരാതി അതാണ്. വിജിലൻസ് അന്വേഷണത്തിൽ കൺഫ്യൂസ് ചെയ്യരുത് പ്ലീസ്. ഞാൻ ഇതിൽ ആരോപണമായിട്ടല്ല ഉന്നയിക്കുന്നത്. അങ്ങ് പറഞ്ഞൊരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്. 2025 ഫെബ്രുവരിയിൽ വിജിലൻസ് റിപ്പോർട്ട് നൽകി, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകി. അതിൻ പ്രകാരം FCRA ചട്ടലംഘനം ഉണ്ടെന്ന് കണ്ടെത്തി എന്നാണ് അങ്ങ് പറയുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല, അങ്ങും വായിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ബോധ്യം. അത് സർക്കാരിന്, വിജിലൻസിന്, വകുപ്പ് മന്ത്രിക്ക്, അതായത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ആകെ പുറത്തു വന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കാർത്തിക് ഈ പറയുന്ന ഡയറക്ടർക്ക് നൽകിയ കത്താണ്. അതിനപ്പുറത്ത് രേഖയുണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം. ഇതിലെവിടെയും FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങയുടെ സോഴ്സ് എന്താണ്? അതായത് CBI അന്വേഷിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും FCRA ചട്ടലംഘനം കണ്ടെത്തണമല്ലോ. FCRA ചട്ടലംഘനം ഉള്ളതുകൊണ്ടാണല്ലോ CBI അന്വേഷിക്കണം. അല്ലാണ്ട് കേരളത്തിലെ ഈ സംവിധാനത്തിന് അന്വേഷിക്കാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ? അങ്ങനെയല്ല. ഞാനിതൊന്നും ആരോപണമായി ഉന്നയിക്കുന്നതല്ല. അങ്ങ് പക്ഷെ ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നത്. ഇതിൽ തന്നെ കാർത്തികിന്റെ കത്തിൽ പറയുന്നതാണ്. ഒറ്റ മിനിറ്റ്. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ്. വി ഡി സതീശൻ കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല. പക്ഷെ പരാതി എന്താണ്? പരാതി FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വി ഡി സതീശൻ ഇത് കൈകാര്യം ചെയ്തിട്ടില്ല, കൈകാര്യം ചെയ്ത മണപ്പാടാണ്. അതിൽ FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല, CBI അന്വേഷിക്കണം. ഇതാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം എങ്കിലോ? ഞാൻ ചോദിക്കുന്നത്, ഈ മണപ്പാട് ഫൗണ്ടേഷൻ ഏത് മണ്ഡലത്തിലാണ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇടപെട്ടത്? എവിടെയാ? അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കുന്നത് പറവൂർ മണ്ഡലത്തിലാണ്. പറവൂർ മണ്ഡലത്തിന്റെ MLA വി ഡി സതീശനാണ്. വി ഡി സതീശന്റെ പദ്ധതി നേതൃത്വം കൊടുക്കുന്ന പദ്ധതിയാണ് പുനർജനി. ആ പുനർജനി പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കുന്നത്, പണം വന്നിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ അക്കൗണ്ടിലേക്കാണ്. ആ മണപ്പാട് ഫൗണ്ടേഷൻ അക്കൗണ്ടിലേക്ക് പണം വന്നത് അങ്ങനെ തന്നാലെ വന്നതല്ല മാധു, ബാങ്ക് വഴിയാണ്. അതൊക്കെ ആർക്കാ മനസ്സിലാവാത്തത്? ആ അക്കൗണ്ടിലേക്ക് പണം സമാഹരിക്കാൻ വി ഡി സതീശൻ വളരെ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഞങ്ങളുടെ ആരോപണം. അന്വേഷിക്കട്ടെ. എന്ന കാര്യം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. എന്റെ മുന്നിൽ വിവരമില്ലാത്തതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടെന്ന് അങ്ങേക്ക് എങ്ങനെ അറിവായി എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. എനിക്കതിൽ തർക്കമില്ല. അങ്ങേക്ക് അറിവുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, ഞാൻ വരാം.